എന്തിൻ്റെ സമ്മേളനമാണ് അല്ല, ഇതിപ്പോൾ അവരുടെ തുടരുന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൻ്റെ പോലെയല്ലേ. അവരാദ്യം പറഞ്ഞു ആഘോഷിക്കണം, 9 കൊല്ലമായി. ഇവിടെ ആരും ആഘോഷിക്കുന്നില്ല. 9 കൊല്ലമായിട്ട് ആശാ വർക്കേഴ്സാണോ, ഹോസ്പിറ്റലിൽ പോകുന്ന പിന്നെ പേഷ്യൻസ് ആണോ, ആരും ആഘോഷിക്കുന്നില്ല. എന്നിട്ട് എന്തിനാണ് അവർ ഈ സമ്മേളനം നടത്തുന്നത്? ഇത് ഞങ്ങൾ പറഞ്ഞെന്നാൽ ഇത് ഇവിടെ നടന്ന മരണം ഒരു അപകടമല്ല, ഒരു അപകടം രാഷ്ട്രീയത്തിൻ്റെ ഒരു അതായിരുന്നു കാരണം. അതിൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം, അതല്ല പറയേണ്ടത്. ഇനി ഇങ്ങനെ നടക്കില്ല, അതൊരു ഉറപ്പ് തരണ്ടേ? അത് ചെയ്യുന്നില്ല. ഇങ്ങനെ ഓരോരോ PR-ഉം ഇമേജ് ബിൽഡിംഗ് അല്ലാണ്ട് ഇവർ ഒന്നും ചെയ്യുന്നില്ല. ഇന്ന് ആരോഗ്യ മേഖലയാണോ, വിദ്യാഭ്യാസ മേഖലയാണോ, പിന്നെ തൊഴിൽ മേഖലയാണോ, ഏത് ഏരിയയിൽ നോക്കിയാലും 9 കൊല്ലത്തിൽ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ പറയാം. കെട്ടിടത്തിന്റെ പഴക്കം സംബന്ധിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ക്രെഡിറ്റിന് ചൊല്ലി, അതായത് നേരത്തെ കോൺഗ്രസിന്റെ കാലത്തെ പഴക്കമുണ്ട് എന്ന് LDF പറയുന്നു. എന്തുകൊണ്ട് ഈ 10 വർഷം കൊണ്ട് ഈ പഴക്കം മാറ്റിയില്ല എന്ന് UDF പറയും. എല്ലാ കൊല്ലം ഒരു ഓഡിറ്റ് ചെയ്യേണ്ടതല്ലേ? ഇതിപ്പോൾ ഒരു എന്താ വലിയൊരു ന്യൂക്ലിയർ സയൻസ് ആണോ? എല്ലാവരും ഇതൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്, ഇവിടെ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി എല്ലാം നോക്കേണ്ടത് ആരാ? ഞാനാണോ? അത് സംസ്ഥാന സർക്കാരല്ലേ, ആരോഗ്യമന്ത്രിയല്ലേ, PWD മന്ത്രിയല്ലേ? അവരുടെ ചുമതലയെല്ലാം വിട്ട്, അവരുടെ ഉത്തരവാദിത്വം വിട്ടിട്ട് ഓരോരോ കാര്യങ്ങൾ പറയല്ലാണ്ട് ഇവർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, ഒരു കോൺസെപ്റ്റ് ഇവർ മറന്നുപോയി. അതാണ് ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ. ആരുടെ ചുമതലയാണത്? നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആർക്കാണ് ക്രെഡിറ്റ്? തെറ്റ് പറ്റുമ്പോൾ ആരാണ് അതിൻ്റെ ചെയ്ത ആളാണ്? അതൊന്നുമില്ല. നരേന്ദ്രമോദി അയക്കുന്ന പദ്ധതികൾ അവരെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞങ്ങൾ ചെയ്തു പറഞ്ഞ് നടക്കുക. നരേന്ദ്രമോദി ചെയ്ത അടിസ്ഥാന സൗകര്യ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുക. ഇങ്ങനെ ഒരു ഏറ്റവും ദുഃഖകരമായൊരു മരണം നടക്കുമ്പോൾ 2 മന്ത്രിമാർ ഇവിടെ വന്നിട്ട് നുണ പറഞ്ഞ് സർക്കാരിൻ്റെ ഇമേജ് രക്ഷിക്കാൻ നോക്കുക. ഇത് എന്താ ഇതിനെക്കുറിച്ച് എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതിഷേധങ്ങളെ തെരുവിൽ തന്നെ നേരിടാനാണ് DYFI ഇറങ്ങിയിരിക്കുന്നത്. അല്ല എല്ലാവരും ഇറങ്ങിക്കോട്ടെ. ശരിക്കും DYFI ഇവിടെ വന്ന് മന്ത്രിൻ്റെ എതിരെ അവർ സമരം ചെയ്യേണ്ടതാണ്. അവരെന്താ ചെയ്യാൻ പോകണം? ഞങ്ങളെ പേടിപ്പിക്കുകയെ, ഭീഷണി പിടിപ്പിക്കുകയെ? അത് BJP NDA അങ്ങനത്തെ പാർട്ടിയല്ല. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യൻ്റെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അതൊന്നും നടക്കില്ല.